എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. സ്റ്റെനോ ടൈപ്പിസ്റ്റ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെത് ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റും OMR ടെസ്റ്റും രണ്ടിനെയും മാർക്ക് എടുക്കുമോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു റാങ്ക് ലിസ്റ്റാണ്. ഈ സെയിം പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റാണ്. 2017 നിലവിൽ വന്നൊരു റാങ്ക് ലിസ്റ്റാണ്. അതിൽ മെയിൻ ലിസ്റ്റിൽ 2 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. OMR എക്സാമും ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും രണ്ടിൻ്റെയും കൂടിയിട്ടാണ് അതിൽ ടോട്ടൽ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് OMR ടെസ്റ്റിൽ 61 മാർക്കായിരുന്നു. അത് 2017 എന്നുള്ളതും കൂടി ഓർത്തു വെക്കണം. പിന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംശയം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിലർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെസ്റ്റാണ്, ഹയർ ആണോ ലോവർ ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വന്നിരുന്നത്. പിന്നെ ഇതിൽ പാസ് ഇൻ SSLC, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGT ഓർ ഇക്വാലൻറ്റ്, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ KGT ഓർ ഇക്വാലൻറ്റ്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ആയതുകൊണ്ട് തന്നെ 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും നമുക്ക് ഷോർട്ട് ഹാൻഡ് ഡിക്റ്റേഷൻ വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.